സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് എക്സാമിന് 1 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിന്ന് നോക്കുന്നത്. മൈക്രോസ്റ്റേറ്റ് കാൽക്കുലേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും അതുപോലെ ടേം സിമ്പലിൽ നിന്നും എങ്ങനെ നമുക്ക് എത്ര മൈക്രോസ്റ്റേറ്റ് ഉണ്ടെന്ന് കണ്ടെത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് മൈക്രോസ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അതിനായിട്ടൊരു സമവാക്യമുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 രീതിയിൽ തരാം. ഒന്ന് സിംഗിൾ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ആവാം, സബ്ഷെൽ കോൺഫിഗറേഷൻ ആവാം. രണ്ടാമത്തേത് മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കേസാണ്. അപ്പോൾ സിംഗിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ. ഇവിടെ n എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദാറ്റ് ഓർബിറ്റൽസ്. തന്നിട്ടുള്ള ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് n. r എന്ന് പറയുന്നത് ഗിവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് r. ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കേസിൽ മാത്രമാണ്. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ S1 കോൺഫിഗറേഷനാണ് തന്നിരിക്കുന്നത്. S സബ്ഷെല്ലാണ്. അതിനകത്ത് ഒരു ഇലക്ട്രോണാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്കറിയാം S ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഒക്യുപൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് n. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ S ഓർബിറ്റൽ ആയതുകൊണ്ട് n എന്ന് പറയുന്നത് 2 ആയിരിക്കും. r എന്ന് പറയുന്നത് ഗിവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. S1 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എത്ര വരും? 1 ആയിരിക്കും. 6. ഇതൊരു സിംഗിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് S1. അതുകൊണ്ട് മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 മൈനസ് 1 ഹോൾ ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്. ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ അഗെയിൻ 1 ഇൻറ്റു 2 മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ അവിടെയും 1 എന്ന് വരും. ആൻസർ വരുന്നത് 2 ആണ്. S1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ P2 കോൺഫിഗറേഷനാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ n എന്ന് പറയുന്നത് ഇവിടെ P സബ്ഷെല്ലാണ്. P ഓർബിറ്റലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ ഇവിടെ P2 ആയതുകൊണ്ട് ഗിവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. r ഈക്വൽ ടു 2. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. 6 മൈനസ് 2 4 ഫാക്ടോറിയൽ ആണ്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ആണ്. 6 മൈനസ് 2 4 ഫാക്ടോറിയൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 15 ആണ് ആൻസർ വരുന്നത്. 15 microstates are present in P2 configuration.
തേർഡ് വൺ D5. n ഈക്വൽ ടു 10 ആണ്, r ഈക്വൽ ടു 5. ഡിയിലെ മാക്സിമം ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത് 10 ആണ്. ഗീവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് r എന്ന് പറയുന്നത് 5. മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 factorial divided by 5 factorial into 10 minus 5 the whole factorial. 10 factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10 whole divided by 5 factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5 again 5 factorial 1 into 2 into 3 into 4 into 5. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 252 ആണ്. 252 microstates are present in D5 electronic configuration. Fourth one, F1 electronic configuration. Here n equal to 14, maximum number of electrons present in f orbital equal to 14 and the given number of electrons is 1, therefore r equal to 1. Here microstate equal to n factorial divided by r factorial into n minus r the whole factorial. Substitute ചെയ്ത് കഴിഞ്ഞാൽ 14 factorial divided by 1 factorial into 14 minus 1 the whole factorial എന്ന് വരും. 14 factorial divided by 13 factorial എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 factorial എന്ന് പറഞ്ഞാൽ 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 13 factorial എന്ന് പറഞ്ഞാൽ 1 മുതൽ 13 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 14. 14 microstates are present in F1 electronic configuration. അടുത്തത് സെക്കൻഡ് ടൈപ്പ് മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞു സിംഗിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കേസാണ്. അതിനാണ് നമ്മൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ എന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. ഇവിടെ മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. ഒന്നിലധികം ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വരുന്ന കേസാണിത്. എക്സാമ്പിൾ P1 D1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, P2 D2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതുപോലെയുള്ള മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമുക്ക് സിമ്പിളായിട്ട് LIP LJQ ടൈപ്പ് എന്ന് പറയാം. LIP LJQ ടൈപ്പ്. ഇങ്ങനെയാണെങ്കിൽ number of microstate equal to 4 in Li plus 2 the whole factorial divided by P factorial into 4Li plus 2 minus P the whole factorial into 4Lj plus 2 the whole factorial divided by Q factorial into 4Lj plus 2 minus Q the whole factorial. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് LIP LJQ ടൈപ്പ് മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ മൈക്രോസ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 4Li plus 2 the whole factorial divided by P factorial into 4Li plus 2 minus P the whole factorial into 4Lj plus 2 the whole factorial divided by Q factorial into 4Lj plus 2 minus Q the whole factorial. ഇവിടെ പിയും ക്യൂവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ LI LJ ഓരോ ഓർബിറ്റലിനും കറസ്പോണ്ടിങ് L വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എസ് ഓർബിറ്റലിൻ്റെ L വാല്യൂ 0 ആണ്. പി ഓർബിറ്റൽ ആണെങ്കിൽ 1, ഡി ഓർബിറ്റൽ 2, എഫ് 3 ഇങ്ങനെയാണ് പോകുന്നത്. 0 1 2 3 എസ് പി ഡി എഫ് L വാല്യൂസ് ആണിത്. ഇതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ മൈക്രോസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും.
ഒരു പ്രോബ്ലം നോക്കാം. P1D1 മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ മൈക്രോസ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. P1D1 എന്ന് പറയുന്നത് LiP LJQ ഫോമാണ്. P എന്ന് പറയുന്നത് 1 ആണ്. P ഓർബിറ്റലിലെ ഇലക്ട്രോൺ ആണ് LiP എന്ന് പറയുന്നത്. അപ്പോൾ P എന്ന് പറയുന്നത് 1 ആണ്. LJQവിൻ്റെ സ്ഥാനത്ത് D1 ആണ്. അപ്പോൾ Q എന്ന് പറയുന്നതും 1 ആണ്. ഇനി LiP ആണ്, LJ D ആണ്. L വാല്യൂസ് നേരത്തെ പറഞ്ഞു. SPDF 0 1 2 3 ഇങ്ങനെയാണ് പോകുന്നത്. Pക്ക് L വാല്യൂ 1 ആണ്. അതുപോലെ D ആണെങ്കിൽ L വാല്യൂ 2 ആണ്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു 4Li plus 2 the whole factorial divided by P factorial into 4Li plus 2 minus P the whole factorial into 4Lj plus 2 whole factorial divided by Q factorial into 4Lj plus 2 minus Q the whole factorial. 4 into Li എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് 2 the whole factorial എന്ന് വരും. 4 plus 2 6 ഫാക്ടോറിയൽ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ P ഫാക്ടോറിയലിൻ്റെ സ്ഥാനത്ത് 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഇൻറ്റു 1 പ്ലസ് 2 മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ എന്ന് വരും. അതുപോലെ തന്നെ 4Lj പ്ലസ് 2 ഫാക്ടോറിയലിൻ്റെ സ്ഥാനത്ത് 4 ഇൻറ്റു LJ എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ Q ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ആണ്, ഇൻറ്റു 4LJ 4 ഇൻറ്റു 2 പ്ലസ് 2 മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആൻസർ 60 ആണ് ആൻസർ. 60 മൈക്രോസ്റ്റേറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ മിക്സഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് P1D1. അടുത്തത് സെക്കൻഡ് ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് മൈക്രോസ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ടേം സിമ്പിൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ടേം സിമ്പിൾ തന്നു കഴിഞ്ഞാൽ മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു 2s plus 1 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ്. 2s plus 1 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ് വെച്ചാണ് നമ്മൾ ടേം സിമ്പിളിൽ നിന്ന് മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. ടേം സിമ്പിൾ സാധാരണയായിട്ട് എഴുതുന്ന രീതി L2s plus 1 ഇങ്ങനെയാണ് ടേം സിമ്പിൾ ഉണ്ടാവുക. L2s plus 1. എക്സാമ്പിൾ F3യുടെ 3 എന്ന് പറയുന്നതാണ് 2s plus 1. D1 ആണെങ്കിൽ 2s plus 1 എന്ന് പറയുന്നത് 1 ആണ്. S1 ആണെങ്കിൽ 2s plus 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടേം സിമ്പിളിൻ്റെ പവറായിട്ട് എഴുതുന്ന നമ്പറാണ് 2s plus 1. ഇനി നമ്പർ ഓഫ് ഓർബിറ്റൽസ് അറിയണമെങ്കിൽ L വാല്യൂ അറിയണം. എഫ് ആണെങ്കിൽ ഓർബിറ്റൽസ് എത്ര ഉണ്ടായിരിക്കും? 7 ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. 7 ഓർബിറ്റൽസ് ആണ് എഫിനുള്ളത്. ഡി ആണെങ്കിൽ 5 ഓർബിറ്റൽസ് ആയിരിക്കും. പി ആണെങ്കിൽ 3 ഓർബിറ്റൽസ് ആയിരിക്കും. എസ് ആണെങ്കിൽ 1 ഓർബിറ്റൽ ആയിരിക്കും. അതാണ് എൽ വാല്യൂ, അതാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ വാല്യൂവിൽ നിന്നാണ് നമുക്ക് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കിട്ടുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ F3. മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു 2s plus 1 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ്. F3 ടേം സിമ്പിളാണ്. ടേം സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്പർ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഓർബിറ്റലിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്പേഴ്സ് എഴുതുക.
മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു 2s പ്ലസ് 1 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ്. 2s പ്ലസ് 1 എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ്, എഫ് ഓർബിറ്റലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എഫിന് മാക്സിമം 7 ഓർബിറ്റൽസ് ആണുള്ളത്. ഈ 7 ഓർബിറ്റലിൽ 14 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 3 ഇൻറ്റു 7 21 ആൻസർ വരും. അടുത്തത് 3p ടേം സിമ്പിളാണ് തന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്പർ എഴുതിയിട്ടുള്ളത്. മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു 2s പ്ലസ് 1 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ്. 2s പ്ലസ് 1 ഈക്വൽ ടു 3. ഫോർ p ഓർബിറ്റൽസ് there are 3 orbitals are present, px, py, pz. Therefore number of microstate equal to 3 into 3 equal to 9. Next one, s1 microstate equal to 2s plus 1 into number of orbitals. Here 2s plus 1 equal to 1. Number of orbitals for s orbital equal to 1. Therefore microstate equal to 1 into 1 equal to 1. അടുത്തത് d1 ടേം സിമ്പിളാണ്. മൈക്രോസ്റ്റേറ്റ് ഈക്വൽ ടു 2s പ്ലസ് 1 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽസ്. 2s പ്ലസ് 1 ഈക്വൽ ടു 1. For d orbital there are 5 d orbital. Therefore number of microstate equal to 1 into 5 equal to 5. ഇതുപോലെയുള്ള ടേം സിമ്പിൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും കൂടുതലായി പ്രാക്ടീസ് ചെയ്യുക. 1 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം.